നമസ്കാരം. ആൽഫ്രഡ് എന്ന പേരുള്ള ഒരു ചുഴലിക്കൊടുങ്കാറ്റ് 6-ാം തീയതി രാത്രിയോ 7-ാം തീയതി വെളുപ്പിനോ ബ്രിസ്ബനിൽ വന്ന് വീശും. അത് അതിഭീകരമായിട്ടുള്ള വിനാശം വിതയ്ക്കാൻ ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റാണിത്. കാറ്റഗറി 2 എന്ന് പറയുന്ന ഗണത്തിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. 1974 സോയി കൊടുങ്കാറ്റിന് ശേഷം 51 വർഷങ്ങൾക്ക് ശേഷമാണ് അതുപോലെ അത്രയും നാശകാരിയായിട്ടുള്ള ഒരു ചുഴലിക്കൊടുങ്കാറ്റ് ബ്രിസ്ബനിലേക്ക് വരുന്നത്. പൊതുവേ ബ്രിസ്ബനിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ 50 വർഷങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ബ്രിസ്ബൻ എങ്ങനെ ഇതിനെ നമ്മൾ മറികടക്കുമെന്നുള്ള ഒരു അങ്കലാപ്പ് എല്ലാവർക്കും ഉണ്ട്. അധികാരികൾക്കും ഗവൺമെൻറ്റിനും ഒക്കെ ഉണ്ട്. എല്ലാവരും പ്രിപ്പയർഡാണ്, ആൾക്കാരും പ്രിപ്പയർഡാണ്, ഞാനും പ്രിപ്പയർഡാണ്. പ്രിപ്പറേഷൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ കറണ്ട് പോകാൻ സാധ്യതയുണ്ട്. കറണ്ട് പോയാൽ പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല, വെട്ടമില്ല, മെഴുകുതിരി വാങ്ങിച്ച് വെക്കണം. അതുപോലെ എസൻഷ്യൽ സാധനങ്ങൾ, കുടിക്കാനുള്ള വെള്ളം, നൂഡിൽസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബ്രെഡ്, മുട്ട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുക, ടോർച്ചിൻ്റെ ബാറ്ററികൾ ചാർജ് ചെയ്ത് വെക്കുക. അങ്ങനെ അതുപോലെ വീടിൻ്റെ പരിസരമെല്ലാം പറന്നു പോകുന്ന സാധനങ്ങളും എല്ലായിടത്തും ഒക്കെ ഉണ്ടെന്നുണ്ട്, എല്ലാം പെറുക്കി എവിടെയെങ്കിലും പൂട്ടി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കുന്നുമുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഷെൽഫുകളെല്ലാം കാലിയാണ്. ബ്രെഡില്ല, മുട്ടയില്ല, അതുപോലെയുള്ള ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നും ഇല്ല. അതൊക്കെ പണ്ടേ കാലിയായി. അവിടെ വെള്ളത്തിന് പോലും ഇടിയാണ്. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കൊടുങ്കാറ്റിനെ ബ്രിസ്ബൻ എങ്ങനെ നേരിടും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. കാറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, വെള്ളം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെയൊക്കെ വലിയ വലിയ മരങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ മരങ്ങൾ പെടന്ന് വഴി വീണാൽ അങ്ങോട്ടുള്ള ആ കംപ്ലീറ്റ് ട്രാഫിക് നിന്ന് പോകും. അങ്ങനെയാണ് ഇവിടെ ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ജീവിക്കുന്നത് തന്നെ ട്രക്കിൻ്റെ മുകളിലാണ്. ട്രക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ട്രക്ക് ബ്രിസ്ബൻ സിറ്റിയിലേക്ക് വന്നില്ലെങ്കിൽ ആ ട്രക്കിലുള്ള സാധനങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് ലഭിക്കുകയില്ല എന്നാണ് അർത്ഥം. അതാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഫ്ലഡ് വരണമെന്നില്ല. മേരിബ്രോ പോലെയുള്ള മക്കായി അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടിൽ അവിടെ നിന്നൊക്കെ വെള്ളം കയറുന്ന ഏരിയകളാണ് ഇങ്ങോട്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കെയിൻസിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ അഗ്രികൾച്ചർ ക്രോപ്സ് ഒക്കെ വരാറുണ്ട്. ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട്, പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ. അപ്പം അത് വരുന്നത് ട്രക്കിലാണ്. അപ്പോൾ ഈ ട്രക്കിന് ഇങ്ങോട്ട് കിടക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പെട്രോൾ അടിച്ചിടുക വണ്ടിക്കകത്തൊക്കെ. അറിയാമത്തെ പെട്രോൾ പറ്റുന്നിടത്തോളം പെട്രോളോ എണ്ണയൊക്കെ അടിച്ച് വണ്ടിയൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. കഴിവതും വണ്ടികൾ ആരും പുറത്തിടാതിരിക്കുക, ഗാരേജിനകത്ത് കയറ്റി വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് മുമ്പ് ഇടയ്ക്ക് ചുഴലിക്കൊടുങ്കാറ്റ് 2 വർഷം മുമ്പ് വന്നപ്പോഴത്തേനും ബ്രിസ്ബൻ നോർത്ത് ഭാഗത്തൊക്കെ ഈ റൂഫൊക്കെ കുറച്ച് പേരൊക്കെ പറന്നു പോയിരുന്നു. ഹെയിൽ ഡാമേജ് ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമുക്കിവിടെ അങ്ങനെ ഹെയിൽ ഡാമേജ് ഇല്ല, പക്ഷേ ഹെയിൽ ഡാമേജ് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഞാൻ പുറത്തോട്ട് നോക്കുമ്പം ചെറിയ തോതിലെ കാറ്റും മഴയൊക്കെ ഉണ്ട്. അപ്പം ഇത് വരാനിരിക്കുന്ന എന്തിൻ്റെയോ ഒരു മുന്നോടിയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയൊക്കെയാണ്. പേടിയുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ വലിയ പേടി ഇല്ല, പക്ഷേ ഒരു ആകാംക്ഷ, ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് നമ്മളതിനെ ഓവർകം ചെയ്യും. എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കുക. ബ്രിസ്ബനിലുള്ളവർ, സുഹൃത്തുക്കൾ, നമുക്കിവിടെ ജാഗ്രതയായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പറ്റുവാണെങ്കിൽ അപ്ഡേറ്റ് തരാം. എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും നമ്മുടെ ഈ ബ്രിസ്ബന് വേണ്ടി പ്രാർത്ഥിക്കുക, ക്വീൻസ്ലാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൊടുങ്കാറ്റെന്ന് നമ്മൾ കൂടുതലും കേൾക്കുന്ന അമേരിക്ക ആ ഭാഗത്തൊക്കെയാണ് ശക്തമായ ചുഴലിക്കൊടുങ്കാറ്റെന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കൊടുങ്കാറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത്. 165 കിലോമീറ്റർ സ്പീഡ്. അപ്പോൾ വീണ്ടും കാണാം. ധൈര്യമായിട്ടിരിക്കാം. നമുക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാം. അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേറ്റ് ഞാൻ തരാം. ബൈ ബൈ.